തീർച്ചയായിട്ടും വേട്ടയാടി സർവശക്തനായ ഭഗവാൻ ധർമ്മശാസ്താവ് എന്നും എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിലെ വിധിയും ഞാൻ ജീവിതത്തിൽ ഒരാളെപ്പോലും ദ്രോഹിക്കാൻ നിന്നിട്ടില്ല. രാഷ്ട്രീയ എതിരാളികളോട് മാന്യമായിട്ട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. പിന്നെ പ്രത്യയശാസ്ത്രപരമായിട്ട് എൻ്റേതായ നിലപാടുമായിട്ട് പോയിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും നമ്മുടെ ക്രിമിനൽ നടപടിക്രമത്തിലെ ക്രിമിനൽ നിയമത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു വകുപ്പ് എൻ്റെ മേൽ ചാർത്തി 5-6 കൊല്ലമായി വേട്ടയാടുകയായിരുന്നു. അതിൽ നീതിപീഠത്തിൽ നിന്നും ശക്തമായ പരാമർശങ്ങളുമായി ഒരു വിധി ന്യായം വന്നത് ശബരിമല ധർമ്മശാസ്താവ് എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമായി ഞാനതിനെ കാണുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് പറയാനുള്ളത് ഇതൊന്ന് മനസ്സിരുത്തി വായിക്കണം. ഈ വിധിന്യായം മനസ്സിരുത്തി വായിക്കണം. എല്ലാവരും ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. ഈ കേസ് ഫയൽ ചെയ്തത് ഒരു വലിയ കോൺഗ്രസിൻ്റെ ഒരു കാര്യപ്പെട്ട കോഴിക്കോട്ടെ ആളാണ്. രാഷ്ട്രീയം പറയല്ല. കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാരുടെ മീറ്റിങ്ങിൽ പറഞ്ഞു ശ്രീധരൻപിള്ളയുടെ ഫോട്ടോ ഇവിടെ വെക്കണം ഈ ഐശ്വര്യ കുടുംബത്തിനെന്ന് പറഞ്ഞതാണ്. എന്താ വെച്ചാൽ 2000 രൂപയുടെ ഒരു ബാധ്യതയുടെ പേരിൽ അറ്റാച്ച് ചെയ്ത ഒരു സ്ഥലം 30-35 കൊല്ലം കേസ് നടത്തി സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഇന്ന ദിവസം അത് ഒഴിഞ്ഞു കൊടുക്കുക, ഈ വിധിയെല്ലാം 25 കൊല്ലമായിട്ട് നടപ്പാക്കിയിട്ടില്ല. ഇത് അവരുടെ ഡോക്യുമെൻറ്റിലുള്ളതാണ്, അവരുടെ സോവനിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് വിധിയെല്ലാം കഴിഞ്ഞ് സോണിയാഗാന്ധിയുടെയും അന്നത്തെ രമേശ് ചെന്നിത്തലയുടെയും KC അബുവിൻ്റെയും പേരിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ ഞാൻ ചെയ്തു. അപ്പോഴാണ് അവർ അതിൽ 2000 രൂപയുടെ കടബാധ്യതയ്ക്കാണ് ഈ 100 കണക്കിന് കോടി രൂപ വില വരുന്നതിൻ്റെയും പിന്നെ അവർക്ക് വൈകാരികതയുള്ളതാണ്. ആ സമയത്ത് എൻ്റെ കക്ഷിയോട് ഞാൻ എടുത്ത നിലപാട് സത്യം നോക്കണം, വിധിയെ മാത്രമല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നവരത് അനുഭവിക്കുന്നത്. അതവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എഴുതിയ രേഖകളിലും എല്ലാം കോൺഗ്രസിൻ്റെ ആൾക്കാരത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തമാശയായിട്ട് അന്ന് അവർ ഒരു പ്രസംഗത്തിലൊരാൾ പറഞ്ഞ പേര് പറയുന്നില്ല, ഇതിൻ്റെ ഐശ്വര്യം ശ്രീധരൻപിള്ളയാണെന്ന് എഴുതി വെക്കണമെന്ന് പോലും തമാശയായിട്ട് പിന്നീട് അത് പുനരാവിഷ്കരിച്ച അവസ്ഥയിൽ പറഞ്ഞു. പക്ഷേ അതേ പാർട്ടിയുടെ ഒരു നേതാവ് അവിടുത്തെ വീക്ഷണം പത്രത്തിൻ്റെ ബ്യൂറോ ചീഫാണ് ഈ കേസ് കൊടുത്തത്. ദൗർഭാഗ്യകരമായിപ്പോയി. ഞാൻ അദ്ദേഹത്തെ ഒന്നും പഴിക്കുന്നില്ല, ആര് വേണേൽ കൊടുത്തോട്ടെ, നമ്മുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ. കാരണം കോടതി ചോദിച്ചില്ല ഒരു പ്രത്യേക പദം ഏതായാലും ഡിക്ഷണറിയിൽ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നു. അറിയാമല്ലോ, തൃശ്ശൂരൊക്കെ പഠിച്ചതിനോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. ആ പദം ഏത് പൗരനും ഉപയോഗിക്കാവുന്നതാണ്. സ്വന്തം പാർട്ടിക്കാരെ വിളിച്ചു വരുത്തി അവരുടെ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത് സുവർണാവസരമാണ്, അസുലഭമായ സന്ദർഭമാണ്. ഗാന്ധിയൻ മാർഗത്തിൽ അത് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് യുദ്ധമല്ല, ആരെയും എതിർക്കാനല്ല. ഇതിലേക്ക് ശബരിമല സമരത്തിലേക്ക് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളുടെ കൂടി പിന്തുണ ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പോകേണ്ട ഒരു സമരമാണ്, നിരീശ്വരവാദികൾക്കെതിരെ സമരമാണെന്നാണ് പറഞ്ഞത്. അന്ന് ആ സുവർണാവസരം എത്ര കാലം വേട്ടയാടി? നിങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ കൂടെ കടന്നു പോവുക. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അടിസ്ഥാനപരമായി ഈ രാജ്യത്തുള്ള നിയമത്തെ എങ്ങനെയാണ് ഒരു വാക്യാൻ ഉപയോഗിക്കണം, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല, പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അത്രമാത്രം അതിനെ എങ്ങനെയാണ് നിയമത്തെ ഇവിടെ വികൃതമാക്കിയത്, ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റുള്ളവരും എല്ലാം ആലോചിക്കട്ടെ.